എന്നുള്ള ഒരു ആവേശത്തിലാണ്. ഗൾഫ് നാടുകളിൽ നിന്ന് എങ്ങനെയാണ് ആഘോഷ പരിപാടികൾ എന്ന് ഒരു റിപ്പോർട്ടിലൂടെ നമുക്ക് കാണിച്ചു തരാം. അരുൺ പാറാട്ട് ഞങ്ങളുടെ ദുബായ് പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ട്. റാസൽ ഖൈമയിൽ പോയിരിക്കണം പുള്ളിക്കാരൻ. അവിടെയാണ്. ഇതെപ്പോ പോയി ഫോർട്ട് അരുൺ? പുതുവർഷത്തെ വരവേൽക്കാനായി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. യുഎയുടെ വിവിധ ഇടങ്ങളിൽ ആഘോഷ പരിപാടികൾ ഇതിനോടകം തന്നെ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനിയിപ്പോൾ പുതുവർഷം പിറക്കാനായി കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ദുബായ് പ്രത്യേകിച്ച് UAE ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പുതുവത്സര കാഴ്ചകളാണ് ഓരോ വർഷവും നടക്കാറുള്ളത്. ഇത്തവണയും അതിന് യാതൊരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. UAEയിൽ വിവിധ ഇടങ്ങളിൽ ഗിന്നസ് റെക്കോർഡുകൾ ഉൾപ്പെടെ പിറക്കുന്ന ആഘോഷ പരിപാടികളാണ് നടക്കാനിരിക്കുന്നത്. അബുദാബി ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് 4 ഗിന്നസ് റെക്കോർഡുകളാണ് നടക്കുന്നത്. ഇവിടെ 5000-ലധികം ഡ്രോണുകൾ പങ്കെടുക്കുന്ന വലിയ തോതിലുള്ള മനോഹരമായ കാഴ്ച ഇവിടെയുണ്ട്. അതോടൊപ്പം റാസൽ ഖൈമയാണ് ഗിന്നസ് റെക്കോർഡ് പിറക്കുന്ന മറ്റൊരു സ്ഥലം. ഞാനിപ്പോൾ ഉള്ളത് റാസൽ ഖൈമയിലാണ്. റാസൽ ഖൈമയിൽ ഇവിടെ 4.5 കിലോമീറ്റർ നീളത്തിലുള്ള കരിമരുന്ന് പ്രയോഗമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. അൽമർജാൻ ഐലൻഡിലാണ് ഈ ഒരു റാസൽ ഖൈമയിലെ ഈ ഒരു കരിമരുന്ന് പ്രയോഗം നടക്കാനിരിക്കുന്നത്. എന്തായാലും UAEയിലെ വിവിധ എമിറേറ്റുകളിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ബുർജ് ഖലീഫയിലും പരിസരത്തും ലൈറ്റ് ഷോയും ഇത്തരത്തിലുള്ള കരിമരുന്ന് പ്രയോഗം നടക്കാനിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഗ്ലോബൽ വില്ലേജിലാണ്. ഗ്ലോബൽ വില്ലേജിൽ 7 രാജ്യങ്ങളിലെ പുതുവത്സര പിറവിയോടനുബന്ധിച്ചുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ നടക്കാനിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇവിടെ എല്ലാം ഒത്തുചേർന്ന് പുതുവത്സരത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനായി തയ്യാറായിരിക്കുകയാണ്. ഓക്കെ, കാശ്മിക്ക് മിണ്ടാട്ടം മുട്ടിയൊന്ന് പ്രേക്ഷകർ. ഹാഷ്മി സംസാരിക്കുന്നില്ല അല്ലേ? വിജയകുമാർ പിന്നെ വല്ലപ്പോഴും ഒക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് തീരുമാനിച്ചാ ഈ പരിപാടി? ഇടയ്ക്കെപ്പോഴോ ആണെന്ന് തോന്നുന്നു ഇത് ചാനൽ നോക്കുന്ന 24ലേക്ക് വരുന്ന പ്രേക്ഷകൻ. അത് അതുകൊണ്ടായിരിക്കും. ഹാഷ്മി എന്തെങ്കിലും ഹായ് പ്രേക്ഷകരെ, അപ്പോൾ ഏറ്റവും സമ്പൽ സമൃദ്ധമായ സന്തോഷം നിറഞ്ഞ 2020 എന്താണ് ഇപ്പോൾ പോയ വർഷം എത്രത്തോളം സങ്കടം ഉണ്ടെങ്കിലും എത്രത്തോളം പ്രശ്നം ഉണ്ടെങ്കിലും അടുത്ത വർഷം വളരെ ഗംഭീരമായി അടിച്ചു പൊളിച്ച് എന്താണ് എല്ലാവരും സന്തോഷങ്ങളും അല്ലേ സ്കേൻ സൂപ്പർ 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 വർഷമാവട്ടെ എന്നുള്ളതാണ്. ഇതൊരു വെന്നസ് പറയാം. ഈ ആത്മാവിൽ നിന്ന് ബുദ്ധിമുട്ട് പോലെ പൊങ്ങി വന്ന കുറെ വാക്കുകളാണ് ഇപ്പോ അല്ലെ ഹാഷ്മി പറഞ്ഞത്.